ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നോർമലി നമ്മൾ രാവിലത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് അല്ലേ വീഡിയോയിൽ കാണിക്കാറുള്ളത്. അപ്പോൾ ഇതാ ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഫൈസിക്കുട്ടി സ്കൂളിലൊക്കെ പോയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. കുറേ ദിവസം മുന്നേ എടുത്തിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ മുട്ട ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ട ഒന്ന് പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള മുട്ട ഒന്ന് ട്രെയിലാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ മുട്ട ബജ്ജിക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഇത് ആളടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുട്ടി ഇതേപോലെ ഇങ്ങനെ മാവ് ഇളക്കാനും മിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കടലപ്പൊടിയും പിന്നെ കുറച്ച് അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, പിന്നെ കുറച്ച് സോഡാപ്പൊടി, മാവ് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സോഡാപ്പൊടി ഇട്ടാൽ നല്ലോണം പുറമൊക്കെ നല്ല ക്രിസ്പായിട്ട് കിട്ടും കേട്ടോ. കുറച്ച് നേരം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മുട്ട ബജ്ജി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത് ആൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴും ഈവനിങ് അങ്ങനെ ചായക്കടിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പൊതുവെ ഒന്നല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ ചായക്കടി അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എപ്പോഴെങ്കിലൊക്കെ ഒക്കെ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുള്ളൂ. പിന്നെ എന്തെങ്കിലും റെസിപ്പി പുതിയതായിട്ടൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഡെയിലി നമ്മൾ എണ്ണക്കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഞാൻ മാവൊക്കെ സെറ്റ് ചെയ്തെന്തോ കാര്യത്തിന് അങ്ങോട്ട് പോയ സമയത്ത് അടുത്ത് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അവള് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു എന്നൊരു തോന്നലുണ്ട് കേട്ടോ. പിന്നെ മുട്ടയൊക്കെ ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിൽ ആവശ്യമായിട്ടുള്ള കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് മുട്ട ഇതാ ഒന്ന് തൊലിച്ചെടുക്കാണ്. മുട്ട തൊലിക്കാൻ ഇവിടെ ഭയങ്കര അടിയായിരിക്കും കേട്ടോ. ഇവിടെ ഫൈസിക്കും പാതുക്കുട്ടിക്കൊക്കെ മുട്ടത്തോട് തൊലിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ചിലപ്പോൾ പൊടിഞ്ഞു പോകും കേട്ടോ. പിന്നെ നമുക്ക് നല്ലോണം ബജ്ജി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനതൊന്ന് പൊളിച്ചെടുക്കുകയാണ്. പിന്നെ ഇതാ മുട്ടയൊക്കെ തൊഴിച്ച് കഴിയാനായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും കൂടി ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ മുട്ട ബജ്ജി ഉണ്ടാക്കിയപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് എനിക്ക് ഡൗട്ട് തോന്നിയിട്ട്, കാരണം കുറച്ച് വെള്ളം പോലെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതാ മാവൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് അവൾ ഒഴിച്ചിട്ടുണ്ട്. ഫൈസിക്കുട്ടി ഉണ്ടല്ലോ ഒരു അറബിക് ചാനലിൽ ഇതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ പറയണത്. എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. പിന്നെ ഇതാ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഫ്രണ്ടിൽ നല്ല പുല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ നമ്മളിങ്ങനെ മാറി ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നല്ലോണം പുല്ലൊക്കെ വളരും. മെറ്റലിട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നല്ലോണം വളരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗത്തൊന്നും പറിക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ പാടെ എനിക്ക് പറിക്കൽ നടക്കൂല. പിന്നെ നമുക്കിതൊന്ന് ഒന്നല്ലെങ്കിൽ ഒരു 8 മണിൻ്റെ മുന്നേ പറിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 5 മണിക്ക് ശേഷം അങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കും കേട്ടോ. വെയിൽ കൊണ്ടിട്ടുള്ള ഒരു പണിക്കും എനിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലില്ലാത്ത സമയത്തൊക്കെ പറ്റുള്ളൂ. പിന്നെ ചില സമയത്ത് ഈ ഒരു 5 മണി സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. ഇതേപോലെ ചിലപ്പോൾ പൈസക്ക് ചോറ് കൊടുക്കലും അല്ലാന്നുണ്ടെങ്കിൽ മീൻ വണ്ടി ചിലപ്പോൾ ഈ കപ്പിലായിരിക്കും മീൻ വിറ്റ് വരാം കേട്ടോ. പിന്നെ ഇക്കാക്ക് ചോറ് കൊടുക്കൽ, മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കൽ, അത് വറുക്കലും, പിന്നെ അതുപോലെ മീൻ വണ്ടി കഴുകാനൊക്കെ ഞാൻ കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനും ഒക്കെ കൂടെ ആയിട്ട് ചിലപ്പോൾ ഒന്നിനും പറ്റില്ല. 6 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ മീൻ വണ്ടിക്ക് കഴുകി വാങ്ങിക്കൊടുക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഉള്ളിൽ കയറുക. പിന്നെ അങ്ങനത്തെ സമയത്തൊന്നും നമുക്ക് പുല്ല് പറിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റൂലല്ലോ. ഇപ്പോഴത്തെ 2 ആളും അടുത്തുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. ഞാൻ ചെയ്യണത് ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ അവരിങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യും കാര്യങ്ങളൊന്നുമില്ല. വെറുതെ ഇങ്ങനെ അടുത്ത് നിൽക്കും കേട്ടോ. പിന്നെ ഇതാ ഈ അതിരിൽ ഈ ഒരു സംഭവമാണ് കേട്ടോ. മുരിങ്ങൻ്റെ ഇല പോലത്തെ ഒരു ഇല വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. പൂവും കായൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഇത് എന്താ പറയുക, എത്ര വെട്ടിയാലും നല്ലോണം തെളുത്ത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കുറ്റിയാണെങ്കിൽ ഇങ്ങനെ കല്ലിൻ്റെ ഇടയിലായതുകൊണ്ട് അതിങ്ങോട്ട് പറിച്ചെടുക്കാനും കളക്കാനും ഒന്നും പറ്റുന്നില്ല കേട്ടോ. കൈക്കോട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ കളച്ചെടുക്കാം. പക്ഷെ അവിടെ കല്ലാണ് കേട്ടോ. ആ ഒരു കല്ലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വേര് പോയിക്കാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് വെട്ടി ഒരു എന്താ പറയുക ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ പൂത്തിങ്ങനെ തെളുത്തുണ്ടാവും കേട്ടോ. നമ്മൾ നട്ട ചെടികൾ പോലും അത്രയും ഉണ്ടാവില്ല, പക്ഷെ ഇത് നല്ലോണം ഉണ്ടാവും. പിന്നെ ഇത് അവിടെ ഒരു തുളസി ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ തുളസി നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് വെട്ടാന്ന് വിചാരിച്ചു. വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വൃത്തിയാവുമല്ലോ. വേറെ തുളസി 2-3 തൈ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതും കൂടി ഒന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ചെറിയൊരു തൈയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ, ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ചോട്ടിലിതാ ഇഷ്ടം പോലെ തൈയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് വെട്ടിയിട്ടാ.
പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് പുല്ല് പോലെ നിൽക്കണില്ല, അത് നമ്മുടെ 10 മണിയാണ് കേട്ടോ. അപ്പം ഞാൻ അത് ഇതേപോലെ ഒരു തൈ ഇങ്ങനെ ഞാൻ കോട്ടേഴ്സിനൊക്കെ നമ്മൾ ചെടികളൊക്കെ കൊണ്ടുവന്ന സമയത്ത് വെച്ചപ്പോൾ 1-2 പീസ് അങ്ങനെ വീണ് പോയിട്ട് അങ്ങനെ പടർന്നുണ്ടായതാണ് ഈ ഒരു കാട് പോലെ നിൽക്കുന്നത് കേട്ടോ. അവിടെ എവിടെയും പുല്ല് പോലെ, അത് പുല്ലല്ല. അപ്പം അതുകൊണ്ട് ഞാൻ അത് പറിച്ചില്ല കേട്ടോ. പറിക്കണമെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിറയെ പൂ ഉണ്ടായി നിൽക്കുന്നുണ്ടാവല്ലോ, മറ്റേ അസർമുല്ല കളർ ഉണ്ടല്ലോ, ആ കളർ കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതും പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന സംഭവമല്ലേ, ആ ഒരു കാടും അതൊക്കെ കേട്ടോ. കാടല്ല, അത് 10 മണിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം പറിച്ചില്ല. അപ്പോൾ അത് ഇത്രയും പുല്ല് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് കേട്ടോ, നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു 1/4 ഭാഗം അത്രേ ഉള്ളൂ, അവിടെ നിന്നാണ് ഇത്രയും പുല്ല് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ബാങ്ക് കൊടുക്കാനൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ ചെടികളൊക്കെ നനക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊക്കെ മീനിന് പോകാത്ത ലീവുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ വണ്ടി കഴുകൂലല്ലോ, മീൻ വിറ്റ് വരുന്ന ദിവസം അങ്ങനെ മീൻ വണ്ടി കഴുകിയിട്ട് ബാക്കി ഞാനങ്ങനെ ചെടി നനച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പം ഇനി മീനിന് പോകാത്തത് കൊണ്ട് തന്നെ അപ്പം ഇനി മീൻ വണ്ടി ഒന്നും കഴുകൂല. അപ്പം ഞാൻ വേഗം കൂടി നനച്ചിട്ട് ഉള്ളിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്താ പറയുക, ചെടികൾ നമുക്ക് അധികം ഒന്നുമില്ല. നമ്മൾ കോട്ടേഴ്സിലാകുമ്പോൾ ഉണ്ടായിരുന്നത് കുറച്ചും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് തൈയും കാര്യങ്ങളൊക്കെ പറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെ മണ്ണെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എവിടുന്ന് മണ്ണുണ്ട് ഇഷ്ടംപോലെ അപ്പുറത്തൊക്കെ, പക്ഷെ ഇപ്പോൾ നല്ല ഇങ്ങനെ വേനൽക്കാലമല്ല, ഉണങ്ങി കിടക്കണോണ്ട് തന്നെ ഇവിടുന്ന് കളച്ചിട്ട് കിട്ടണില്ല കേട്ടോ. ചെടിച്ചട്ടികൾ ഒരു കുറച്ചും കൂടി ഉണ്ട് നമുക്ക് നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അതിൽ മണ്ണ് നിറച്ചിട്ടില്ല സംഭവം. അപ്പോൾ ഞാൻ ഉള്ളതിനൊക്കെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ 10 മണിയിലൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നനവാകുമ്പോഴല്ലേ പറിച്ചാൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും നമ്മൾ മതിൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. മതിൽ മറ്റേ ഗ്രില്ല് സെറ്റ് ചെയ്തിട്ട് അപ്പം നമ്മൾ ബാക്കി ചെടിയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ കുളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി മേലേകിയിട്ടുണ്ടായിരുന്നു. മേലേകി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ 2 ദിവസം അട്ടപ്പാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ 2 ദിവസത്തെ പാല് ഇപ്പുറത്തെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പം ഞാൻ 1 ലിറ്റർ പാലുണ്ടല്ലോ, 2 കുപ്പി ഉണ്ടല്ലോ. അപ്പം ഞാനിന്ന് അതുകൊണ്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ പാല് ഇങ്ങനെ കേടായ പോലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിരിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഒരു ടേസ്റ്റ് ഇല്ല, ഒരു എന്താ പറയുക, കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പായസം ഉണ്ടാക്കി എന്തായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അത് ആ കടയിൽ പോയിട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ ആ ഒരു സംഭവം, ജ്യൂസ്. അപ്പോൾ അതും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ രാത്രിക്കത്തെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ രാത്രി ഇവിടെ കൂടുതലും നമ്മൾ കടിയാണ് കേട്ടോ ഉണ്ടാക്കല്. നൂൽപുട്ടോ ചപ്പാത്തി ദോശ പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇക്കാക്ക് അങ്ങനത്തെ എന്തെങ്കിലുമാണ് ഇഷ്ടം. ചോറ് അധികം കഴിക്കാറില്ല, അധികം നല്ല കഴിക്കാറില്ല. അങ്ങനെ ഞാനതൊക്കെ ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചിരുന്നത്. പക്ഷെ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചോറ് അങ്ങനെ ബാക്കിയാവണം. പിന്നെ അതല്ല, പിന്നെ ഇപ്പം നല്ല ചൂടും കുഴൽക്കിണറത്തെ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചോറ് പെട്ടെന്ന് കേടാവുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ് വെക്കുക. എല്ലാവരും വൈകുന്നേരത്ത് കൂടുതൽ തന്നെയാണ് കേട്ടോ കഴിക്കുക. അപ്പം ഞാൻ മുട്ടക്കറിയും ദോശ ഉണ്ടാക്കാം. മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയും മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. മുട്ടക്കറി നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടാക്കുമല്ലോ, ആ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സവാളയും വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ടിട്ട് അത് മിക്സിൻ്റെ ജാറിൽ നല്ലോണം അങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നല്ലോണം വാട്ടിയിട്ട്, പിന്നെ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് ഇങ്ങനെ മുട്ട ബുൾസി പോലെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ ഇതാ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഫൈസിക്കുട്ടിക്ക് എഴുതാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മുട്ടക്കറിക്കായി ദോശ ഉണ്ടാക്കുകയാണ്. ദോശ ആദ്യത്തെ 2 ഇതേപോലെ കൊളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ ഫാദുക്കുട്ടിക്കും ഫൈസിക്കുട്ടിക്കും ബൊമ്മക്കുട്ടി ദോശ മതി പറഞ്ഞിട്ട് അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ ആദ്യത്തെ പ്ലേറ്റ് കൊടുത്തപ്പോൾ 2 പേരും അങ്ങോട്ടും കൂടെ അടി ഉണ്ടാക്കുകയാണ് കേട്ടോ. എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ അത് ഫൈസിക്കുട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഫാദുക്കുട്ടി തെറ്റുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഭയങ്കര സൗണ്ടായിരിക്കും എപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വോയിസ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫാദുക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ തെറ്റിട്ടോ.
പിന്നെ ഞാനും ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട്. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വീതനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി ഗ്യാസും പിന്നെ അതുപോലെ തന്നെ അടുപ്പും വീതനയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസം രാത്രിക്കത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. കൂടുതൽ ദിവസം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും എല്ലാ ദിവസവും നമുക്കിങ്ങനെ ടൈം ടേബിൾ വെച്ച പോലെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.